നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കുട്ടനാട് സെന്റർ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് സെന്ററിൽ നടന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിലും പരിചരണത്തിലുള്ളവരുടെ ആത്മാഭിമാനം ഉയർത്താനും ചെറിയ വരുമാനം ഉണ്ടാക്കാൻ ഉതകുന്ന ഹാൻഡിക്രാഫ്റ്റഡ് യൂണിറ്റിനെ പറ്റിയുള്ള ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു നടന്നത്. ഫിസിയോതെറാപ്പി സേവനത്തിന് എത്തുന്നവരും അവരുടെ കുടുംബാംഗങ്ങളുമായി 30ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ആൽഫ കുട്ടനാട് സെന്റർ സെക്രട്ടറി കൊച്ചുമോൻ, ട്രഷററും ആൽഫ ഗവേണിംഗ് കൗൺസിൽ മെമ്പറുമായ ചന്ദ്രമോഹൻ നായർ, കമ്മിറ്റി അംഗങ്ങളായ നിർമ്മല ചന്ദ്രമോഹൻ, സൂസൻ ടീച്ചർ എന്നിവർ ക്രാഫ്റ്റഡ് വിത്ത് കറേജ് എന്ന പുതിയ സംരംഭത്തിലൂടെ പുനരധിവാസവും ജീവിതോപാധിയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഫിസിയോതെറാപ്പി സേവനം നേടുന്ന സുരേന്ദ്രൻ ചിരട്ട ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന സാധനങ്ങളും കെയർ ഗീവേഴ്സ് ചൂലുണ്ടാക്കിയും മറ്റ് ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചതും ശ്രദ്ധേയമായി. ഫിസിയോതെറാപ്പി സേവനം നേടുന്ന കൃഷ്ണകുമാർ മോട്ടിവേഷണൽ സ്പീച്ച് നടത്തി. ആൽഫ എടത്തിരുത്തി സെന്റർ ഓണാഘോഷം വിപുലമായി ആഘോഷിക്കും. യോഗത്തിൽ സെന്റർ പ്രസിഡന്റ് പ്രതാപൻ മേനോൻ അധ്യക്ഷത വഹിച്ചു. ഓണാഘോഷം 2025 ഓണസദ്യയും വിവിധ കലാപരിപാടികളോടും കൂടി ഓഗസ്റ്റ് 28 നടത്താൻ തീരുമാനിച്ചു. വോളണ്ടിയർമാരും സ്റ്റാഫ് അംഗങ്ങളും ഓണസദ്യ സ്പോൺസർ ചെയ്യും. സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ സ്വാഗതവും ട്രഷറർ ഇബ്രാഹിം കുട്ടി നന്ദിയും പറഞ്ഞു. ഇടമുട്ടം ആൽഫയുടെ ആശിഷ് കെയർ ഹോമിൽ ഉമ്മയുടെ ഓർമ്മദിനത്തിൽ ഉച്ചഭക്ഷണം ഒരുക്കി കുടുംബാംഗങ്ങൾ. പാടൂർ പള്ളത്തുപറമ്പിൽ ഇബ്രാഹിം കുട്ടിയുടെ മകൻ ജമാലുദ്ദീൻ പാടൂരിന്റെ നേതൃത്വത്തിലാണ് ഉമ്മ ഖദീജയുടെ ഓർമ്മദിനത്തിൽ ഇടമുട്ടം ആശിഷിലെ അന്തേവാസികൾക്ക് ഭക്ഷണമൊരുക്കിയത്. PRO താഹിറ മുജീബ് തുടങ്ങിയവർ ചേർന്ന് ഇവരെ സ്വീകരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.